ഈ ചോദ്യം കണ്ടോ? റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പ്രഗ്നന്റ് ആവുന്നത് അത് ഓവുലേഷൻ ടൈമിൽ ആയതുകൊണ്ടാണോ എന്ന്. ഒരു സ്ത്രീ മാസത്തിൽ ഒരു ദിവസം മാത്രമേ പ്രഗ്നന്റ് ആവൂ എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ വന്ന ഒരു ഡൗട്ടാണിത്. ഇതിന് വേറെ ചില കാര്യങ്ങളിലും കൂടി പ്രസക്തിയുണ്ട്. സോ പറഞ്ഞുതരാം. ഹ്യൂമൻ എഗ് അല്ലെങ്കിൽ അണ്ടത്തിന് 24 മണിക്കൂർ ജീവനുള്ളൂ എന്നതുകൊണ്ടാണ് ഒരു ദിവസമേ പ്രഗ്നൻസി വരുമെന്ന് പറഞ്ഞത്. മോസ്റ്റ് ചാൻസ് ഓവുലേഷൻ ഡേ തന്നെയാണ്. എന്ന് വെച്ചാൽ അന്ന് തന്നെ ബന്ധപ്പെട്ടാലേ പ്രഗ്നന്റ് ആവൂ എന്നല്ല ഇതിന്റെ അർത്ഥം. എന്താന്നോ, പുരുഷ ബീജത്തിന് ലൈഫ് സ്പാൻ കൂടുതലാണ്. സ്ത്രീ ശരീരത്തിനകത്തെത്തിയ ബീജത്തിനും 5 ദിവസം വരെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി കുറയുമെങ്കിൽ കൂടി ഒരു 3-4 ദിവസം വരെ പ്രഗ്നൻസി ഉണ്ടാക്കാനൊക്കെ പറ്റും. അതായത് റേപ്പ് ചെയ്യപ്പെട്ട അന്നല്ല ഓവുലേഷൻ, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ഈ ബീജങ്ങൾ നശിക്കാതെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ ആ അണ്ടത്തെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തായാലും നിർഭാഗ്യകരം തന്നെ. ഇനി ഇതിന്റെ നമ്മുടെ ഇടയിലെ പ്രസക്തി എന്താണ്? ഈ സേഫ് പീരീഡ് നോക്കുമ്പോൾ പലർക്കും ഫ്ലോപ്പ് ആയി പോകുന്നത് ഈ കാര്യം അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ സൈക്കിളിൽ നിന്ന് മോസ്റ്റ് പ്രോബബിൾ ഡേറ്റ് ഓഫ് ഓവുലേഷൻ കിട്ടിയിട്ട് അവിടുന്ന് 4 ദിവസം മുന്നോട്ട് വരെ അൺസേഫ് അല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡ് ആക്കി വെക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ചില ആൾക്കാർക്ക് അവരുടെ ഓവുലേഷൻ ഡേ കറക്റ്റായിട്ട് മ്യൂക്കസ് ഒക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് എന്റെ ഓവുലേഷൻ അല്ല എന്ന് ഉറപ്പോടെ ചിലപ്പോൾ ബന്ധപ്പെടും. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓവുലേഷൻ എങ്കിലും അവർക്ക് പ്രഗ്നൻസി കിട്ടുന്നത് ഈ റീസൺ കൊണ്ടാണ്. അപ്പോൾ ഓവുലേഷൻ ഡേ മാത്രമല്ല, അവിടുന്ന് ഒരു 4 ദിവസം മുന്നോട്ട് വരെ ശ്രദ്ധിക്കണം.